ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. അതിങ്ങനെയാണ്: Son of man came not to be served, but to serve, and to give his life a ransom to many. അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ പുത്രനും ശുശ്രൂഷിക്കപ്പെടുവാനല്ല വന്നത്, പിന്നെയോ ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി രക്ഷയായി തന്നെ നൽകുവാനും അത്രേ വന്നത്. ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. അതിൻ്റെ ആദ്യ ഭാഗം ശുശ്രൂഷ ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്രാധാന്യമാണ് പറയുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു മത്സരമുണ്ടായപ്പോൾ അവരുടെ പറഞ്ഞ ഒരു ഉപദേശമാണ്: നിങ്ങൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുക. എന്നിട്ട് തൻ്റെ തന്നെ ഉദാഹരണവും പറഞ്ഞു. ഇതിൻ്റെ വലിയ പോയിന്റിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യ ഭാഗം നമുക്ക് കരുതാം. പല ക്രിസ്ത്യാനികളും വിചാരിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷ ലഭിക്കുമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് അവർ വളരെയധികം തീവ്രമായിട്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ഗൂഗിളിനകത്ത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് ശുശ്രൂഷ ചെയ്ത ആൾക്കാർ ലിസ്റ്റ് എടുത്തപ്പോൾ സംഭാവന ഏറ്റവും വലിയ തുകകൾ നൽകിയ ആൾക്കാർ ഇന്ത്യയിലെ ഇങ്ങനെയായിരുന്നു. ആദ്യമായി 2000 കോടിയിൽ കൂടുതൽ സംഭാവന ചെയ്ത വ്യക്തിയാണ് ശിവ് നാഡാർ. HCL ടെക്നോളജീസിൻ്റെ ഉടമസ്ഥനാണ് ശിവ് നാഡാർ. രണ്ടാമത് 1000 കോടി നൽകിയത് അസീം പ്രേംജി. മൂന്നാമത് 800 കോടി നൽകിയത് മുകേഷ് അംബാനി. അതിനുശേഷം ബിർള, അതിനുശേഷം ടാറ്റ. അങ്ങനെ ഓരോരുത്തരും വരുന്നു. ഇവരാരും ക്രിസ്ത്യാനികളല്ല. പക്ഷേ ഇവർ മറ്റുള്ള ആൾക്കാരെ സെർവ് ചെയ്യുന്നുണ്ട്, അവർക്ക് ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വ്യക്തി 2019 UN പ്രസംഗിച്ച ഒരു പെൺകുട്ടിയാണ്, സ്വീഡൻകാരി ഒരു പെൺകുട്ടിയാണ്, ഗ്രെറ്റ തൺബർഗ്. അവർ ക്ലൈമറ്റ് ചേഞ്ചിന് എതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എതിരെ ആഞ്ഞടിച്ചു. അപ്പം അവരുടെ പ്രസംഗം തന്നെ തുടങ്ങുന്നത് ഹൗ ഡെയർ യു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഗൂഗിളിനകത്ത് ഹൗ ഡെയർ യു ഗ്രെറ്റ തൺബർഗ് എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രസംഗം കിട്ടും. അപ്പം അവർ രോക്ഷാകുലയാകാണ് ഈ ലോകത്തിനെ, അല്ലെങ്കിൽ ഈ പ്ലാനറ്റ് ഭൂമിയെ നമ്മൾ എന്തുമാത്രം ചൂഷണം ചെയ്യുന്നു, അതുകൊണ്ട് ഭൂമിക്കുണ്ടാകുന്ന ദുരവസ്ഥയെ പറ്റിയൊക്കെ അവർ വാചാലയാകുന്നു. അപ്പം അവരും ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യരെ സേവിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ പല രീതിയിൽ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് നമ്മുടെ ഈ ലോകത്ത് കാണാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ യേശുക്രിസ്തു ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ അതാണോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള മോട്ടീവ്, ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നന്നാവും. അപ്പം ഈ ലോകം മൊത്തം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ആദാമിനോടും ഹവ്വായോടും പറഞ്ഞു, യു ടെൻഡ് ദ ഗാർഡൻ, ഇതിനെ പരിപാലിക്കുക എന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ സൃഷ്ടിയെ പരിപാലിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ജോലിയുണ്ട്. ഗ്രെറ്റ തൺബർഗ് ആ വലിയ പ്രസംഗം നടത്തിയപ്പോൾ ആ ദൈവം കൊടുത്ത ആ കൽപ്പന അതാണോ മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമല്ല. പക്ഷെങ്കിൽ അത് ആ ഒരു ഉദ്ദേശത്തോടെ അല്ല എങ്കിൽ ആ സർവീസ് ഒരു സെൽഫിഷായിട്ടുള്ള സർവീസ് ആകും. നമുക്ക് തോന്നുന്ന ഒരു കാരണം കൊണ്ട് നമ്മൾ ആ ഒരു ആവശ്യകത ലോകത്തെ അറിയിക്കുന്നു. അങ്ങനെ ഒതുങ്ങിപ്പോവുകയാണോ, അതോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു കമാൻഡ്മെൻറ്റ്, എൻ്റെ സർവ്വഭാവനയും എൻ്റെ കഴിവും ഉപയോഗിച്ച് നിർമ്മിച്ച ലോകമാണിത്, അത് നീ പരിപാലിക്കുക, സൂക്ഷിക്കുക, ആ ഒരു വലിയ ഉത്തരവാദിത്വം നിനക്ക് ഞാൻ തരുന്നു എന്ന് ആദാമിൻ്റെ അടുക്ക പറഞ്ഞു. ആ ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണോ നമ്മൾ ലോകത്തെ പരിപാലിക്കുന്നതും ലോകത്തെ കാണുന്നതും? രണ്ടാമത്, ഞാനാണെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന പ്രമുഖ കക്ഷികളെ പറ്റി പറഞ്ഞു. അവരൊക്കെ പാവങ്ങൾക്ക് വേണ്ടി സഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഉദ്ദേശം? മറ്റവനും അല്ലെങ്കിൽ എൻ്റെ കൂടെ സഹവസിക്കുന്ന ഈ ജനങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അവരെ ഞാൻ ദൈവത്തെപ്പോലെ തന്നെ കാണണം, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പൈസയും എൻ്റെ റിസോഴ്സസ് ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കും. ആ ഒരു ചിന്തയോടുകൂടിയാണോ യഥാർത്ഥത്തിൽ അവർ പ്രവർത്തിച്ചേ? അത് നമ്മൾ ചിന്തിക്കുന്നുടനെ അതിൻ്റെ പുറകിലുള്ള മോട്ടീവ് എന്താണ് എന്നുള്ളതാണ് അവരുടെ സർവീസിനെ ദൈവത്തിൻ്റെ മുന്നിൽ സ്വീകാര്യമാക്കുന്നത്.
അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ സ്വീകാര്യമാണെങ്കിൽ അത് വേണം. പല ക്രിസ്ത്യാനികളും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ പരസ്പരം സഹായിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, എന്നിരുന്നാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും, അല്ലെങ്കിൽ രക്ഷ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. യേശുവിൻ്റെ അവതാരമോ ക്രൂശ് മരണമോ നമുക്ക് വേണ്ടിയുള്ള ആ പ്രവൃത്തിയോ കണക്കിടാതെ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും പോവുകയാണെങ്കിൽ നമുക്ക് രക്ഷ ഉണ്ടാകുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന ഒട്ടുമിക്കാലും ക്രിസ്ത്യാനികളും അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പം ഈ രക്ഷയെപ്പറ്റി ഇനിയിപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്, പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം 8-9 വായിക്കാം. അതിനകത്ത് പറയുന്നത് സാൽവേഷൻ ത്രൂ ഫെയ്ത്ത് എലോൺ. പൗലോസ്ലീഹ വിജാതിയർക്കുള്ള അപ്പോസ്തലനായിരുന്നു. പൗലോസ്ലീഹ വിജാതിയരുടെ പറയുന്നത് സാൽവേഷൻ ത്രൂ ഫെയ്ത്ത് എലോൺ, വിശ്വസിക്കുക നിങ്ങൾക്ക് രക്ഷ കിട്ടും, വിശ്വാസം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയുടെ ആധാരം. അപ്പോൾ അതിനെ പിൻപറ്റി വളരെയധികം ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് വിശ്വസിച്ച് അങ്ങനെ പോകുന്നുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ അംഗമായിരിക്കുന്ന സുറിയാനി ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്നത് യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം, സോ ഓൾസോ ഫെയ്ത്ത് ബൈ ഇറ്റ് സെൽഫ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് വർക്ക്സ് ഈസ് ഡെഡ്. വിശ്വാസം പ്രവൃത്തി ഇല്ലാതെയാവുകയാണെങ്കിൽ അത് നിർജീവമാണ്, അതിന് ജീവനില്ല. വിശ്വാസത്തോടൊപ്പം വിശ്വാസത്തോടുകൂടിയുള്ള പ്രവൃത്തിയും വേണം എന്നാണ് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. യാക്കോബ് ശ്ലീഹ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനായിരുന്നു യാക്കോബ് ശ്ലീഹ. യേശു ക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനായിരുന്നു ജെയിംസ്. അപ്പം ജെയിംസ് യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് കണക്കാക്കുകയും പക്ഷെങ്കിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് ഉയർത്തെണ്ണിട്ട് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് എൻ്റെ കൂടെ കളിച്ച് ജീവിച്ച് വളർന്നത് ദൈവമായിരുന്നു, ദൈവപുത്രനായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് പിന്നീട് വിശ്വാസത്തിലേക്ക് വന്നയാളാണ് ജെയിംസ്. അപ്പോൾ ജെയിംസ് പറയുന്നത് വിശ്വാസവും അതോടൊപ്പം തന്നെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രവൃത്തിയും വേണം. പലപ്പോഴും ക്രിസ്ത്യാനികൾ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അവർ വിചാരിക്കുന്നത് പ്രവൃത്തി എന്നുള്ള ഭാഗമാണ്, വിശ്വാസത്തോടു കൂടിയുള്ള പ്രവൃത്തി എന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും പള്ളിപ്പെരുന്നാളുകളും ഒക്കെ അങ്ങ് സ്പോൺസർ ചെയ്യും. അവർ വിചാരിച്ചിരിക്കുന്ന അത്രയും നാളും ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ഈ സ്പോൺസർഷിപ്പോടുകൂടി തേച്ച് മായ്ച്ച് രക്ഷ കിട്ടും എന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പള്ളിക്ക് 2 മുത്തുക്കുടയോ അച്ഛനൊരു കാപ്പയോ അല്ലെങ്കിൽ പള്ളി സാമഗ്രികളോ ഒക്കെ മേടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പള്ളിയിൽ ഒരു ദിവസം ഉച്ചഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രക്ഷ ലഭിക്കുമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ കേൾക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ മിഥ്യാധാരണയിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കണം. നിങ്ങൾക്ക് ഒരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല. സ്വർഗത്തിൽ അല്ലെങ്കിൽ ന്യായവിധി സമയത്ത് ചെല്ലുന്ന പറഞ്ഞാൽ നിങ്ങൾ പറയും, ഞാൻ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു, ഞാൻ വസ്ത്രം കൊടുത്തു, പെരുന്നാൾ സ്പോൺസർ ചെയ്തു, അമ്മൻകുടം സ്പോൺസർ ചെയ്തു, നിങ്ങൾക്ക് രക്ഷ കിട്ടില്ല. അപ്പം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേരിൽ അത്ഭുതങ്ങൾ ചെയ്ത ആൾക്കാരുടെ വരെ ഞാൻ പറയും, നിന്നെ ഞാൻ അറിയുന്നില്ല, പുറത്തു പോകൂ. കാര്യം ഇതൊക്കെ ഓരോ വരങ്ങളും ദാനങ്ങളും ഒക്കെയാണ്. ഇത് നിങ്ങൾക്ക് രക്ഷ തരത്തില്ല. നിങ്ങൾക്ക് രക്ഷ വരണമെന്നുണ്ടെങ്കിൽ വിശ്വാസം വേണം, വിശ്വാസത്തോടു കൂടിയുള്ള പ്രവൃത്തി വേണം. അപ്പോഴാണ് ഞാൻ നമ്മുടെ മദർ തെരേസയെ ഞാൻ ഓർക്കുന്നത്. 12-ാം വയസ്സിൽ ദൈവവിളി തിരിച്ചറിഞ്ഞ് അവസാനം കൽക്കട്ടയിൽ വന്നിട്ട് മരിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് നല്ലൊരു മരണം ലഭിക്കുവാനായിട്ട് സഹായിച്ചിരുന്ന ആളാണ് മദർ തെരേസ. അപ്പോൾ ആദ്യ കാലത്ത് തുടങ്ങിയപ്പോൾ ലെപ്രസി വളരെ രൂക്ഷമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ആൾക്കാരുടെ ഈ വൂൺസ് കഴുകുകയും തുടയ്ക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പോലെ തന്നെ യേശു ക്രിസ്തുവിനെ ഈ ഓരോ വ്യക്തിയിലും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് മദർ തെരേസ ഈ പ്രവൃത്തികളൊക്കെയും ചെയ്തത്. അപ്പോൾ അവരുടെ വിശ്വാസത്തോടു കൂടിയുള്ള ആ പ്രവൃത്തി അത് ഒരുപക്ഷെ എനിക്കറിയില്ല, ദൈവം അത് അവരുടെ റൈച്ചസ്നെസ്സിലേക്ക് കണക്കാക്കി അവരെ രക്ഷിക്കുമായിരിക്കും. അപ്പോൾ മദർ തെരേസ വിശ്വാസത്തോടെ പ്രവർത്തിച്ച ഒരാളിൻ്റെ ഉദാഹരണമാണ്. ഇനിയിപ്പം ഈ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് വരികയാണ്. 2-ാം ഭാഗമാണ് ഏറ്റവും പരമപ്രധാനമായ ഭാഗം.
അതാണ് നമ്മുടെ സർവീസ് അടുത്ത ലെവലിലേക്ക് ഉയർത്തുന്നത്. അതായത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്, ഐ കെയിം ടു ഗിവ് മൈ ലൈഫ് ആസ് എ റാൻസം ടു മെനി. ദൈവം യേശുക്രിസ്തു വന്ന് ആ ശരീരത്തിൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രതിഫലമായിട്ട് നൽകുകയായിരുന്നു. എങ്ങനെ? മറ്റുള്ളവരുടെ പാപത്തിന് തുടച്ചു നീക്കുവാനായിട്ട് തൻ്റെ ജീവൻ ബലി കഴിച്ചു. അത്രയ്ക്ക് വലിയൊരു സർവീസ് ചെയ്തു. പിതാവായ ദൈവം മകനെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അയച്ച് യേശുക്രിസ്തു ലോകജനത്തിൻ്റെ പാപങ്ങൾ മൊത്തം ഏറ്റെടുത്തപ്പോൾ പിതാവായ ദൈവവുമായിട്ട് ഉണ്ടായിരുന്ന ആ ദൂരം പാപികളുമായിട്ട് ദൈവത്തിന് ഒരിക്കലും ഒരുമിച്ച് കഴിയുവാൻ സാധിക്കത്തില്ല. യേശുക്രിസ്തു ഇത്രയും പാപങ്ങൾ ഏറ്റുകഴിഞ്ഞപ്പോഴത്തേക്കിനും ദൈവത്തിൽ നിന്ന് വളരെയധികം അകന്നുപോയി. അപ്പോൾ അത്രയും അകന്ന ആ സിറ്റുവേഷൻ വരെ വരുവാനായിട്ട് പിതാവും വലിയൊരു സർവീസാണ് ചെയ്തിരിക്കുന്നത്. മകൻ ഈ വലിയൊരു കഷ്ടാനുഭവം, അതിലേക്കുള്ള ആ ഒരു പ്രയാണവും മകനെ സംബന്ധിച്ച് തന്നെ വലിയൊരു സർവീസായിരുന്നു. അപ്പം അത്രയും സർവീസ് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ വീണ്ടെടുക്കുവാനായിട്ടാണ്. അപ്പോൾ ക്രിസ്ത്യാനികളായിട്ട് യേശുവിൻ്റെ ഫോളോവേഴ്സായിട്ട് ജീവിക്കുന്ന നമുക്കും ഒരു ദൗത്യമുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ കൂട്ട് അനുരൂപരാകുക, യേശുവിൻ്റെ കൂട്ട് തന്നെ നമ്മളാകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ ആ സിയോൻ യാത്ര നടത്തുന്നത്. ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് അനുരൂപപ്പെടുക. അങ്ങനെ അനുരൂപപ്പെടുകയാണെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹജീവികളുടെ അടുക്കൽ നമ്മൾ യേശുവിൻ്റെ രക്ഷയെപ്പറ്റി പറയുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സർവീസ്. അല്ല എങ്കിൽ സംഭവിക്കുന്നത്, നിങ്ങൾ ന്യായവിധിയിൽ ചെല്ലുമ്പോൾ പണ്ട് കായീൻ്റെ അടുക്ക് ദൈവം ചോദിച്ചു, വേർ ഈസ് യുവർ ബ്രദർ? അപ്പോൾ കായീൻ തിരിച്ചു ചോദിക്കുന്നതാണ്, മറുചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തിരിച്ചൊരു മറുചോദ്യം ചോദിക്കുന്നു, ആം ഐ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ? നമ്മൾ ചെല്ലുന്ന പറഞ്ഞാൽ നമ്മുടെ അടുക്കലും ദൈവം ചോദിക്കും, വേർ ഈസ് യുവർ ബ്രദർ? നിന്നെ ഏൽപ്പിച്ച നിൻ്റെ സഹോദരങ്ങൾ, നിങ്ങളുടെ അയൽവാസികൾ, അവരെയൊന്നും കൂടെ കാണുന്നില്ലല്ലോ, അവർക്ക് എന്തി എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളും മറുതലിച്ച് തർക്കുത്തരം പറയാൻ ഇടവരില്ലേ? നമ്മളും ചെയ്യേണ്ട ജോലി ഇപ്പോൾ നമ്മൾ ചെയ്യണം. അപ്പം നമ്മളുടെ സർവീസ് അതായിരിക്കണം. നമ്മൾ അറിഞ്ഞ ആ ക്രിസ്തുവിനെ കൂടെയുള്ള ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ സഹജീവികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമായിരിക്കും. നിങ്ങൾ ദൈവം തന്നിരിക്കുന്ന കൃപകളും ദാനങ്ങളും എല്ലാം സ്വീകരിച്ചിട്ട് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ കാര്യം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആ ദൈവം പറഞ്ഞിരിക്കുന്ന ആ സർവീസ് എന്ന് പറയുന്ന ആ കാര്യം നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് കാര്യം നമുക്ക് ഓർത്തിരിക്കാം. ഒന്ന്, വിശ്വാസത്തോടു കൂടിയുള്ള പ്രവൃത്തി ഇല്ല എങ്കിൽ അത് വ്യർത്ഥമാണ്. രണ്ടാമത്, യേശുക്രിസ്തു ചെയ്ത സർവീസ്, മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ള സർവീസ്, അതിൻ്റെ ഒരു ഭാഗവാക്കായിട്ട് നമ്മൾ ആ രക്ഷാകരനെ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഈ രണ്ട് ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.